വയനാട്ടിൽ വൻ കവർച്ചാ സംഘം പിടിയിലായിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് 1.5 കോടി രൂപ തട്ടിയെടുത്ത് കടന്ന സംഘത്തെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. ഈ പ്രതികളിൽ നിന്ന് ആയുധങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഇവരെ എങ്ങനെയാണ് പോലീസിന്റെ പിടിയിലാകുന്നത്? ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സംഘം എന്ന് പറയുമ്പോൾ ഇവരെ പറ്റിയുള്ള പശ്ചാത്തലം, ഇവരെ പറ്റിയുള്ള മറ്റു വിവരങ്ങളൊക്കെ ലഭ്യമായി തുടങ്ങിയോ? അക്ഷയ, ഇവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ്. ലഹരിക്കടത്ത്, വധശ്രമം, അതുപോലെയുള്ള കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള പാലക്കാട് സ്വദേശികളാണ്. ഇവരെ മഹാരാഷ്ട്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രതികളാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് 1.5 കോടി രൂപ കവർന്ന ശേഷം കേരളത്തിലേക്ക് കടക്കുകയായിരുന്നു. ഇന്നലെയാണ് വയനാട് പോലീസിന് ഇവർ ജില്ലയിലേക്ക് കടന്നതായി വിവരം ലഭിക്കുന്നത്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അബ്ദുൽ കരീം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇവരുടെ വിവരം കൈമാറുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ സഞ്ചരിച്ച സ്കോർപിയോ കാർ പോലീസിന്റെ വലയത്തിലാകുന്നത്, അല്ലെങ്കിൽ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലാകുന്നത്. തുടർന്ന് കൽപ്പറ്റ പോലീസും ഹൈവേ പട്രോളിംഗ് പാർട്ടിയും ചേർന്ന് ഈ വാഹനത്തെ പിന്തുടർന്നു. രാത്രി കൽപ്പറ്റ നഗരത്തിന്റെ ഒരു ഭാഗത്തുള്ള കൈനാട്ടി ജംഗ്ഷനിൽ വെച്ച് അതിസാഹസികമായി വാഹനം പിന്തുടർന്ന സ്കോർപിയോയ്ക്ക് കുറുകെ പോലീസ് ജീപ്പ് ഇട്ടാണ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നത്. എന്തായാലും ഇവിടെ നിലവിൽ ഇവർക്കെതിരെ കേസില്ല. മഹാരാഷ്ട്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവരെ മഹാരാഷ്ട്ര പോലീസിന് കൈമാറി.